എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 25-ാം തീയതി പുതിയതായി OTT-യിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഉയർ. റോഷൻ മാത്യു പ്രധാന വേഷത്തിലെത്തുന്ന ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് M. പത്മകുമാറാണ്. യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ഷാജി മാറാട്ടും നിഖിൽ K. മേനോനും ചേർന്നാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ബൈജു സന്തോഷ്, ശ്രുതി മേനോൻ, വിനോദ് സാഗർ, അതുല്യ ചന്ദ്ര എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. കേരള കർണാടക അതിർത്തിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ് കഥ നടക്കുന്നത്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കിണറ്റിൽ നിന്നും തിരിച്ചറിയപ്പെടാത്ത ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നതും അത് തെളിയിക്കാനായി നടത്തുന്ന കേസന്വേഷണങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഈ മൂവി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഓഗസ്റ്റ് മാസം 4-ാം തീയതി മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ലാ ക്യാപ്ചുറ. ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 21 മുതൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം ക്രൈം ത്രില്ലർ ചിത്രമാണ് പൈതലാട്ടം. കുടുംബ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഈ ചിത്രം പരമ്പരാഗത ആചാരങ്ങളെയും തെയ്യം കലാകാരന്മാരുടെ ജീവിതത്തെയും കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കുടുംബത്തിലുണ്ടാകുന്ന കൊലപാതകവും അത് അന്വേഷിക്കാനെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെളിപ്പെടുന്ന രഹസ്യങ്ങളും വഞ്ചനകളും ഈ സിനിമയെ ഒരു മിസ്റ്ററി ത്രില്ലർ ഗണത്തിൽപ്പെടുത്തുന്നു. 2026 മെയ് മാസം 29-ന് തിയേറ്ററുകളിലെത്തിയ സിനിമയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൺനെക്സ്റ്റ് ആണ്. ജൂലൈ മാസം 31 മുതൽ സൺനെക്സ്റ്റിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇത് ഒരു ഹൃദയസ്പർശിയായ മലയാളം ഫാമിലി ഡ്രാമ ഫിലിമാണ് കല്യാണമരം. രാജേഷ് അമനക്കർ സംവിധാനം ചെയ്ത് 2026 റിലീസ് ചെയ്ത ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ, ദേവനന്ദ, മീര വാസുദേവൻ, പ്രശാന്ത് മുരളി എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ലളിതമായ കുടുംബ ബന്ധങ്ങളുടെയും പ്രകൃതി സംരക്ഷണത്തിന്റെയും പ്രാധാന്യം ഒന്നിച്ചു ചേർത്താണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ മൂവി മനോരമ മാക്സിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് തമിഴ് റൊമാന്റിക് കോമഡി ചിത്രമാണ് ലവ് ഓ ലവ്. മകേഷ് രാജേന്ദ്രന്റെ സംവിധാനത്തിൽ ഭവിഷ് നാരായണൻ, നാഗദുർഗ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. രഘുവരൻ അവന്തികയുമായി കടുത്ത പ്രണയത്തിലാകുന്നതും അവളെ സന്തോഷിപ്പിക്കാനായി തന്റെ വരുമാനത്തിനപ്പുറം വില കൂടിയ സമ്മാനങ്ങളും ആഡംബര യാത്രകളും പാർട്ടി ബില്ലുകളിലൂടെയുമായി ലക്ഷക്കണക്കിന് രൂപയുടെ കടം വരുത്തിവെക്കുന്നതും ഇതോടെ തന്റെ ജോലി നഷ്ടപ്പെടുന്നതും ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ജൂലൈ മാസം 31 മുതൽ മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളം പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് അനന്തൻകാട്. GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആര്യ, ഇന്ദ്രൻസ്, മുരളി ഗോപി, നിഖില വിമൽ, വിജയരാഘവൻ എന്നിങ്ങനെ ഒരു വലിയ താരം തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയെന്നും ഓഗസ്റ്റ് മാസം 7-ന് OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു കോർട്ട് റൂം ഡ്രാമ വെബ് സീരീസ് ആണ് ഒബ്ജക്ഷൻ മൈ ലോർഡ്. ശ്രീകാന്ത് മേക്ക, അനന്യ ശർമ്മ, മുകേഷ് ഋഷി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ സിനിമയിൽ നീതിന്യായ വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികളും ശക്തമായ കോടതി മുറിയിലെ വാദപ്രതിവാദങ്ങളുമാണ് ഈ സീരീസിന്റെ പ്രധാന ഇതിവൃത്തം. C5-ലൂടെ ജൂലൈ മാസം 31 മുതൽ തെലുങ്ക്, ഹിന്ദി, തമിഴ്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ജൂഡാനണി ജോസഫ്, വിസ്മയ മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് തുടക്കം. വിസ്മയ മോഹൻലാൽ ആദ്യമായി നായികയായി എത്തുന്ന ഈ സിനിമ വിസ്മയ മോഹൻലാലിന്റെ സിനിമകളിലേക്കുള്ള ഒരു തുറക്കം കൂടിയാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഈ ചിത്രം ഓൺ റിലീസായാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. 2018 എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ആന്റണിയുടെ മകൻ ആശിഷ് ജോ ആന്റണി ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. മോഹൻലാൽ ഒരു അതിഥി വേഷത്തിലെത്തുന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ നമുക്ക് തരുന്ന സൂചന വിസ്മയുടെ കഥാപാത്രം ഒരു പ്രതിസന്ധി നിറഞ്ഞ യാത്രയിലൂടെ കടന്നുപോകുന്നു എന്നതാണ്. സായ് കുമാർ, KB ഗണേഷ് കുമാർ, ജാഫർ ഉടുക്കി, മനോജ് കാച്ചിയൻ, മിയ ജോർജ് എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഒരു മലയോര ഗ്രാമത്തിലെ തികച്ചും സാധാരണ കുടുംബ പശ്ചാത്തലത്തിലൂടെയാണ് സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാറും സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യാനെറ്റും സ്വന്തമാക്കിയെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. ഓൺ റിലീസായി ഓഗസ്റ്റ് മാസം 7-ാം തീയതി തുടക്കം തിയേറ്ററുകളിലെത്തും. അടുത്തതൊരു ഹൊറർ സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ ചിത്രമാണ് ദ വിസ്പർ മാൻ. ടോം കെന്നഡി തന്റെ ഭാര്യയുടെ അപ്രതീക്ഷിതമായ വിയോഗത്തിന് ശേഷം തന്റെ മകൻ ജെയ്ക്കിനൊപ്പം ഫെദർബാങ്ക് എന്ന ഗ്രാമത്തിൽ താമസിക്കാനെത്തുന്നതും അവിടെ നിന്നും തന്റെ മകനെ ദി വിസ്പർ മാൻ എന്ന പേരുള്ള സീരിയൽ കില്ലർ തട്ടിക്കൊണ്ടുപോവുകയും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 28 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം സൈക്കോളജിക്കൽ ഡ്രാമ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ബാലൻ. ചിദംബരത്തിന്റെ സംവിധാനത്തിൽ തുടങ്ങി വളരെയധികം പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഡ്രാമ മൂവിയാണ് ബാലൻ. മഞ്ഞുമ്മൽ ബോയ്സിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന മൂവി ആയതുകൊണ്ട് പ്രേക്ഷകർ വളരെയധികം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ സിനിമ തിയേറ്ററിൽ നിന്നും മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തത്. കാണാതായ അമ്മയെ തേടിയുള്ള ഒരു കൗമാരക്കാരന്റെ ജീവിതകഥയാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. ടോവിനോ തോമസ്, ജീൻ പോൾ ലാൽ, അഭിരാം രാധാകൃഷ്ണൻ, ഗിരീഷ് എഡി എന്നിങ്ങനെയുള്ളൊരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മലയാള സിനിമയിലെ ക്ലാസിക്കുകളിലൊന്നായി ഇതിനോടകം തന്നെ ഇടം പിടിച്ച ബാലന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ജൂലൈ മാസം 31 മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു തെലുങ്ക് സൈക്കോളജിക്കൽ ഡ്രാമ ഡാർക്ക് കോമഡി ചിത്രമാണ് റാവോ ബഹദൂർ. സത്യദേവ് പ്രധാന വേഷത്തിലെത്തി
വെങ്കടേഷ് മഹ സംവിധാനം ചെയ്ത ഈ സിനിമ ജാതിയും പാരമ്പര്യവും സാമൂഹിക വ്യവസ്ഥകളും മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്ന ആഘാതങ്ങളെയാണ് ചിത്രം വരച്ചു കാണിക്കുന്നത്. ഓഗസ്റ്റ് മാസം 7 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ തെലുങ്കു, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് റൊമാന്റിക് ഇമോഷണൽ ഡ്രാമ ഫിലിമാണ് ചിന്ന ചിന്ന ആസൈ. വാരണാസിയുടെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയ ഈ സിനിമയിൽ ഇന്ദ്രൻസ്, മധുബാല എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. വർഷ വാസുദേവ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ടൂർ സംഘത്തിൽ നിന്നും വേർപെട്ടുപോയ നായിക ലീനയും മറ്റൊരു വ്യക്തിയും തമ്മിൽ വാരണാസിയിൽ വെച്ച് കണ്ടുമുട്ടുന്നതും അവർ തമ്മിൽ ഒരു പ്രത്യേക അടുപ്പം രൂപപ്പെടുകയും ചെയ്യുന്നു. ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഈ ഫീൽ ഗുഡ് റൊമാന്റിക് ഡ്രാമ ഫിലിമിന് തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ലഭിച്ചത്. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം 28 മുതൽ മലയാളം, തമിഴ്, തെലുങ്കു, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.